പിന്നെ നമ്മളിന്ന് അടിപൊളി ഒരു ഐറ്റം ഉണ്ടാക്കാൻ പോകുക കേട്ടോ, ഈന്തപ്പഴം അച്ചാർ കേട്ടോ. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാവേ. അതിനായിട്ട് ഞാൻ കുറച്ച് ഈന്തപ്പഴമൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഒരു പാത്രത്തിനകത്ത് ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ പച്ചമുളക് കറിവേപ്പിലയൊക്കെ നമ്മൾ അരിഞ്ഞിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ചൂടുവെള്ളത്തിനകത്ത് പുളി ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചൂടുവെള്ളത്തിലാണ് പുളി ഇട്ടിരിക്കുന്നത്. പിന്നെ വേണ്ട ശർക്കര വെള്ളം കേട്ടോ, അതുപോലെ റെഡിയാക്കിയാൻ വെച്ചിട്ടുണ്ട്. ശർക്കര ഉരുക്കിയതാണ് കേട്ടോ. പിന്നെ നമ്മൾ ഈ ഒരു കുരു കളഞ്ഞിട്ട് നമ്മളത് എടുക്കുക കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നല്ല അടിപൊളി ഒരു അച്ചാർ ഉണ്ടാക്കാനായിട്ട് പോവുക കേട്ടോ. എങ്ങനെ ഉണ്ടാവുമെന്ന് അറിയില്ല, നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാവേ. അപ്പം ഞാൻ പാനൊക്കെ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. എന്നിട്ട് കേട്ടോ കുറച്ച് എണ്ണ ഒഴിച്ചാൽ മതി നമ്മൾ. എന്നിട്ട് കടുകൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ അത് ഒന്ന് പൊട്ടിയൊക്കെ വരട്ടെ കേട്ടോ. അപ്പം നമ്മളെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്ന ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കണം കേട്ടോ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഓരോ വിശേഷങ്ങളും നമ്മളുടെ ഓരോ സെയിലും കാര്യങ്ങളും പിന്നെ ഒരുപാട് കാര്യങ്ങളൊക്കെ അതുകൂടെ ചെയ്ത് പോകുന്നുണ്ട്. അപ്പം എന്താ നമ്മളുടെ കടയൊക്കെ നല്ല രീതിയിൽ പൊട്ടുന്നുണ്ട് കേട്ടോ, വീഡിയോയൊക്കെ തന്നെ കാണാം. അതിലേക്ക് നമ്മൾ കുറച്ച് ഉലുവാപ്പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ആ ഒരു കറിവേപ്പിലയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചേർക്കുക കേട്ടോ. അപ്പോൾ ചെറുതായിട്ട് അരിഞ്ഞതാണ് ചേർത്തിട്ടുള്ളത്. ആ നല്ല കളർ ചേഞ്ചിൽ ഇങ്ങനെ വരണം കേട്ടോ. അപ്പം കുറച്ച് നേരമൊക്കെ വഴറ്റിയിട്ടുണ്ട്. അപ്പം നമുക്കിത് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ നല്ല രീതിയിൽ ഇങ്ങനെ കുറച്ച് നേരമായിട്ട് വഴറ്റിയൊക്കെ കൊടുക്കുക കേട്ടോ. അതിനുശേഷം നമുക്ക് ആവശ്യമുള്ള പൊടികളൊക്കെ ചേർക്കണം. ഈ ഒരു പരുവാവണം. അപ്പോൾ ഈ ഒരു പരുവായി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അതിൻ്റെ ആവശ്യമുള്ള പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഫസ്റ്റ് ടൈം ആയിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുന്നത്, എങ്ങനെയുണ്ടെന്നൊന്ന് നമുക്ക് നോക്കാവേ. ഇപ്പോഴത്തെ ഈന്തപ്പഴം അച്ചാർ നല്ല ടേസ്റ്റിയാണ് കേട്ടോ. നമ്മൾ പുറത്തൊക്കെ പോയി ടേസ്റ്റി ആയിട്ടുള്ള ഐറ്റം ആണ്. നമ്മൾ ഇതിലോട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഈന്തപ്പഴം, അതായത് കുരുവെല്ലാം കളഞ്ഞിട്ടിരിക്കുന്ന ഈന്തപ്പഴം ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പം നല്ല രീതിയിൽ അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അതിലേക്ക് നമ്മൾ പുളിവെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ചേർത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് വെള്ളം ആഡ് ചെയ്യാനുള്ളവർക്കൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാവേ. അപ്പം ഞാൻ കുറച്ച് ചേർത്തിട്ടുള്ളൂ കേട്ടോ. അപ്പം നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള പൊടികളൊക്കെ ചേർക്കാവേ. അപ്പം ഞാനിവിടെ കുറച്ച് മഞ്ഞൾപ്പൊടിയൊക്കെ എടുത്തിട്ടുണ്ട്. ശർക്കര വെള്ളം കൂടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. നല്ല സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ, അച്ചാറിന് നല്ല സ്മെല്ല് വരുന്നുണ്ട്. അപ്പം കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2 ചെറിയ ടീസ്പൂൺ മുളക് പൊടി ഞാൻ ചേർത്തിട്ടുണ്ട്. എല്ലാവർക്കും ഓരോരോ എരിക്ക് അനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പം നമ്മൾ നല്ല കുറച്ച് കായം കൂടെ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാ രീതിയിൽ നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ തന്നെ നല്ല സ്മെല്ലാട്ടോ വരുന്നത്. അപ്പം നമ്മളുടെ അച്ചാർ ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമ്മൾ കുറച്ച് വെള്ളവും കൂടി നമ്മൾ അതിനകത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം അതിനകത്ത് കിടന്നിട്ട് നമ്മൾ ഈന്തപ്പഴമൊക്കെ നല്ല രീതിയിൽ വെന്ത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഒന്നും കൂടി നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട് നമുക്കിതിനെ ഇറക്കി വെക്കാം കേട്ടോ. അപ്പം നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു അച്ചാറാണ് കേട്ടോ ഈന്തപ്പഴ അച്ചാർ. നമ്മൾ ചോറിൻ്റെ കൂടെയൊക്കെ ഈ ഒരു ഐറ്റം മതി കേട്ടോ കഴിക്കാൻ. അപ്പം തിളച്ച് നന്നായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് അടിപൊളിയായിട്ടുള്ളൊരു അച്ചാർ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ഇറക്കിയ സമയത്ത് കുറച്ച് വിനാഗിരിയും കൂടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് നല്ലതായിരിക്കും. അപ്പോൾ നമ്മൾ കുറച്ചും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോ. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഇന്നത്തെ ചോറിന് ഈ ഒരു ഐറ്റം മാത്രം മതി കേട്ടോ.